ഹാൻസൽ ആൻഡ് ഗ്രെറ്റൽ. കാട്ടിനുള്ളിൽ പുൽമൈതാനത്തിനരികിലെ ചെറിയ വീട്ടിൽ പാവപ്പെട്ട വൃദ്ധനായൊരു മരംവെട്ടുകാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 കുട്ടികളും താമസിച്ചിരുന്നു. ഹാൻസൽ എന്ന ആൺകുട്ടിയും ഗ്രെറ്റൽ എന്ന പെൺകുട്ടിയും. ഒരിക്കൽ ആ പ്രദേശത്ത് അതിരൂക്ഷമായ ക്ഷാമമുണ്ടായി. അതുമൂലം മരംവെട്ടുകാരന് ഒരുപാട് ബുദ്ധിമുട്ടുകളുമുണ്ടായി. നമ്മൾ വലിയ ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ. ഇവിടെയാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല. അടുക്കളയിൽ കുറച്ചെന്തോ ഇരിപ്പുണ്ട്. ഈ 2 കുട്ടികളെ നമ്മൾ എങ്ങനെ തീറ്റുപോറ്റാനാ? ഈ അവസ്ഥയിൽ നമുക്കും ജീവിക്കണ്ടേ മനുഷ്യ? ഒരു ഉറച്ച തീരുമാനം എടുത്തേ മതിയാവൂ. ആ കുട്ടികളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ലെങ്കിലേ നമ്മൾ എല്ലാരും ഇവിടെ കിടന്ന് മരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ ഇപ്രാവശ്യവും കുട്ടികളെ കാട്ടിലേക്ക് പറഞ്ഞയക്കണമെന്ന് മരംവെട്ടുകാരന്റെ ഭാര്യ ആവശ്യപ്പെട്ടു. ദയവ് ചെയ്ത് എന്നെ വീണ്ടും നീ ഇങ്ങനെയൊരു ധർമ്മസങ്കടത്തിലാക്കരുത്. ഇതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ്. ഭക്ഷണം എത്രമാത്രം കുറവാണെങ്കിലും മക്കൾക്കും കൂടി പങ്കുവെക്കണമെന്ന് എന്റെ ആഗ്രഹം. അവര് കൊച്ചുകുട്ടികളല്ലേ, അവരെ ഉപേക്ഷിച്ചാൽ അവരെന്ത് ചെയ്യും? എനിക്കിനി ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ കേൾക്കണമെന്നില്ല. ആ കുട്ടികൾ ഇവിടുന്ന് പോയേ മതിയാവൂ. ഇതാണ് എന്റെ അവസാന തീരുമാനം. ഇക്കാര്യത്തിനു വേണ്ടി കെഞ്ചി കാല് പിടിച്ചാലെന്നും എന്റെ മനസ്സ് മാറുമെന്ന് വിചാരിക്കണ്ട. ഇവരുടെ സംസാരം കേട്ട് അടുത്ത മുറിയിൽ കുട്ടികൾ 2 പേരും ഉണർന്നിരിപ്പുണ്ടായിരുന്നു. അവർ വീണ്ടും പഴയ അവസ്ഥയിൽ പെട്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ ഹാൻസൽ കല്ലുകൾ പെറുക്കിയെടുക്കാനായി പുറത്തേക്ക് പോയി. പക്ഷെ ഇപ്രാവശ്യം അവരുടെ അമ്മ പുറത്തുനിന്നും വാതിൽ കുറ്റിയിട്ടു. എങ്കിലും അവൻ അവന്റെ സഹോദരിയെ സമാധാനിപ്പിച്ചു. ഗ്രെറ്റിൽ, നീ വിഷമിക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമുക്കെന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് വഴി കണ്ടുപിടിച്ചാലോ? പിറ്റേന്ന് രാവിലെ അവരുടെ ചിറ്റമ്മ അവർക്ക് ഭക്ഷിക്കുവാൻ ഒരു റൊട്ടിക്കഷ്ണം കൊടുത്തു. എന്നിട്ട് അവർ 4 പേരും കൂടി വനത്തിലേക്ക് യാത്രയായി. ഹാൻസൽ റൊട്ടിയെ കഷ്ണം കഷ്ണമാക്കി അവന്റെ കോട്ടിൽ വെക്കുകയും വനത്തിനുള്ളിൽ എത്തുന്നതുവരെ അതിനെ വഴിനീളെ താഴെ ഇടുകയും ചെയ്തുകൊണ്ടിരുന്നു. മക്കളെ, ഞങ്ങൾ തിരിച്ചു വരുന്നതുവരെ ഇവിടെ കാത്തിരിക്കണം. ക്ഷീണം തോന്നുകയാണെങ്കിൽ ഇവിടെ കിടന്നോളൂ. വിശക്കുമ്പോ ബ്രെഡ് കഴിക്കാതിരിക്കരുത്. ഞങ്ങള് വൈകിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാം. ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ദേ, ഇപ്പൊ അവസാനിപ്പിച്ചേക്കണോ ഇതെല്ലാം? പറഞ്ഞു പഠിപ്പിച്ചതൊക്കെ മതി. എപ്പോ ഭക്ഷണം കഴിക്കണം, എപ്പോ ഉറങ്ങണമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയുമൊക്കെ അവർക്കായി. വെറുതെ സംസാരിച്ച സമയം കളയാതെ നമുക്ക് പോയി മരം മുറിക്കാൻ നോക്കാം. കുട്ടികൾ ഉറങ്ങിപ്പോയി. നേരം വൈകിയത് അവരറിഞ്ഞില്ല. ഉണർന്നെഴുന്നേറ്റപ്പോൾ അവർ തനിയെയാണെന്ന് അവർക്ക് മനസ്സിലായി. അച്ഛനമ്മമാർ തിരിച്ചു വന്നിട്ടില്ലെന്നും അവരറിഞ്ഞു. അവർ താഴെയിട്ട എല്ലാ റൊട്ടിക്കഷ്ണങ്ങളും അപ്രത്യക്ഷമായിരിക്കുന്നു. ഓ ഹാൻസൽ, നമ്മൾ താഴെയിട്ടിരുന്ന റൊട്ടി കഷ്ണങ്ങൾ കാണുന്നില്ലല്ലോ. ഈ പക്ഷികളും പ്രാണികളുമെല്ലാം റൊട്ടി കഷ്ണങ്ങളെല്ലാം തിന്നു തീർക്കുമെന്നുള്ള കാര്യം ഞാനെന്താ ഇതുവരെ ഓർക്കാതിരുന്നത്? ഹേയ് ഗ്രെറ്റൽ, കരയേണ്ട. നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. തിരിച്ചു പോകാനുള്ള വഴി ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. ആ പാവങ്ങളായ കുട്ടികൾ കാട്ടിനുള്ളിൽ മുഴുവൻ അലഞ്ഞു നടന്നു. പക്ഷേ അവർക്ക് തിരിച്ചു പോകാനുള്ള വഴി മനസ്സിലായില്ല. പെട്ടെന്ന് ഒരു മരക്കൊമ്പിലിരുന്ന് ഒരു പക്ഷി പാടുന്നതായി അവർ കണ്ടു. ആ മനോഹരമായ പാട്ടിൽ അവർ സ്വയം മറന്നു നിന്നു. ഓ, എന്ത് ഭംഗിയല്ല പക്ഷി. എത്ര മധുരമായിട്ടാ അത് പാടുന്നത്. ഹാൻസൽ, നോക്കിയേ, അത് പറക്കുന്നത് കണ്ടോ? വാ വാ, നമുക്കതിനെ പിന്തുടരാം. ആ മനോഹരമായ പക്ഷി കാട്ടിനുള്ളിലേക്ക് പറന്നുപോയി. ഹാൻസലും ഗ്രെറ്റലും അതിനെ പിന്തുടർന്നു. പിന്നീട് ആ പക്ഷി ഒരു വീടിന്റെ മേൽക്കൂരയിലിരുന്നു. ഗ്രെറ്റിൽ, ഇത് കണ്ടോ? ഈ വീടുണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡ് കൊണ്ടും കേക്ക് കൊണ്ടുവാ. പഞ്ചസാര കൊണ്ടുള്ള ജനലുകളും. ഞാൻ ഇവിടെ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിക്കാൻ പോവാ. ഗ്രെറ്റിൽ, നീയും വേണമെങ്കിൽ ഒരു കഷ്ണം എടുത്ത് കഴിച്ചോളൂ.
ഹാൻസിൽ, ഇതിന് നല്ല മധുരമുണ്ടല്ലോ. എനിക്കിത് വലിയ ഇഷ്ടായി. നല്ല വിശപ്പ് കാരണം കുട്ടികൾ പഞ്ചസാരയും റൊട്ടിയും കേക്കുമെല്ലാം മതിയാവോളം ഭക്ഷിച്ചു. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെടുകയും അതിനുള്ളിൽ നിന്നും വൃദ്ധയായ പേടിപ്പിക്കുന്ന ഒരു സ്ത്രീ പുറത്തേക്ക് വരികയും ചെയ്തു. ഓ, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ആരാ നിങ്ങളൊക്കെ? നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? വിശന്ന് തളർന്നിരിക്കുകയാണല്ലോ നിങ്ങൾ. വരൂ, ഭയപ്പെടാതെ അകത്തേക്ക് വരൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിച്ച് വിശ്രമിക്കൂ. ഇവിടെ എന്നോടൊപ്പം കഴിയാം നിങ്ങൾക്ക്. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അകത്തേക്ക് വന്നോളൂ. നിങ്ങളുടെ കിടപ്പറ ഞാൻ കാണിച്ചു തരാം. ആ ദുർമന്ത്രവാദിനി നല്ല വിരിപ്പൊക്കെ ഇട്ട തുറന്ന വാതായനങ്ങളുള്ള ഒരു മുറിയിലേക്ക് അവരെ ആനയിച്ചു. ഓ ഹാൻസിൽ, ഈ കാണുന്നത് സത്യമാണോ? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഇതാണ് നമുക്കുള്ള കിടക്ക. ഇതുപോലത്തെ തലേനയും വിരിയും ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു സ്വർഗം പോലെ തോന്നുന്നുണ്ട്. ആ വൃദ്ധയായ സ്ത്രീ ശരിക്കും ഒരു ദുർമന്ത്രവാദിനിയായിരുന്നു. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു റൊട്ടിയും പഞ്ചസാരയും പുറത്തു വെച്ചിരുന്നത്. കുട്ടികളെ സ്നേഹിക്കുന്നതായി അവർ ഭാവിച്ചിരുന്നു. പക്ഷേ കുട്ടികൾ അവരുടെ കയ്യിൽപ്പെട്ടാൽ അവരെ കൊന്നു പാകം ചെയ്ത് ഭക്ഷിക്കുകയായിരുന്നു പതിവ്. നേരം വെളുത്തല്ലോ. ഈ തടവുകാരെന്ത് ചെയ്യുന്നെന്ന് നോക്കാം. ഓ, ഈ തക്കാളിപ്പഴം പോലെയുള്ള കുട്ടികളെ ഇപ്പൊ തന്നെ പാചകം ചെയ്ത് തിന്നണം. ഇവരെ വേവിച്ച് സ്വാദിഷ്ടമായ സൂപ്പുണ്ടാക്കണം. അവർ ഹാൻസലിനെ കിടക്കയിൽ നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഒരു കൂട്ടിനകത്താക്കി അടച്ചിട്ടു. അതിനുശേഷം ഗ്രറ്റലിനെ ഉണർത്താനായി അവർ ചെന്നു. എനിക്കടി മടിച്ചു പെണ്ണെ, പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ. എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. ഞാനിപ്പോ നിന്റെ സഹോദരനെ തിന്നാൻ പോവാ. പാവം പെൺകുട്ടി വല്ലാതെ ഭയപ്പെട്ടു. അവൾ ഒരുപാട് കരഞ്ഞു. പക്ഷേ ദുർമന്ത്രവാദിനി അവൾക്ക് നേരെ ഒരു ദയയും കാട്ടിയില്ല. ദുർമന്ത്രവാദിനി പറഞ്ഞതുപോലെ തന്നെ ഗ്രറ്റൽ പ്രവർത്തിച്ചു. അവൾ ഒരു വലിയ പാത്രത്തിൽ വെള്ളമെടുത്ത് ചൂടാക്കാൻ തുടങ്ങി. പക്ഷേ ദുർമന്ത്രവാദിനിക്ക് മറ്റു പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇവിടെ വാ പെണ്ണെ, ബ്രെഡ് ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നീ അടുപ്പിനരികിലേക്ക് പോയി അത് പാകമായിട്ടുണ്ടോ എന്ന് നോക്ക്. ദുർമന്ത്രവാദിനി അവളെ ചൂടടുപ്പിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. ഒരിക്കൽ അടുപ്പിനകത്ത് പെട്ടാൽ പൊരിച്ചെടുത്ത് അവളെ ഭക്ഷിക്കാമെന്നവർ കരുതി. പക്ഷേ ഗ്രറ്റൽ വളരെ സമർത്ഥയായ ഒരു കുട്ടിയായിരുന്നു. ദുർമന്ത്രവാദിനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതെ, ഞാൻ പറയുന്നത് മണ്ടത്തരമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ അടുപ്പിന്റെ വാതിൽ വളരെ ചെറുതാണല്ലോ. പിന്നെ ഞാൻ എങ്ങനെ അകത്ത് കിടക്കാം? വിവരക്കേട് പറയുന്നോ? ഈ വാതിലൂടെ എനിക്ക് പോലും പോവാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് നിനക്ക് കഴിയില്ല? നോക്ക്, എങ്ങനെയാ പോണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ദുർമന്ത്രവാദിനി അവരുടെ തല അടുപ്പിലേക്ക് നീട്ടി. ഈ നിമിഷമായിരുന്നു ഗ്രറ്റൽ കാത്തിരുന്നതും. അവൾ വേഗത്തിൽ അവരെ ഉള്ളിലേക്ക് തള്ളിയിട്ട് പുറത്തുനിന്നും ഇരുമ്പുവാതിൽ അടച്ചു. ദുർമന്ത്രവാദിനി അടുപ്പിൽപ്പെട്ടുപോയി. അവരതിൽ കിടന്ന് വേദന കൊണ്ടും ദേഷ്യം കൊണ്ടും ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവർ വെന്തു മരിച്ചു. ഗ്രറ്റൽ ഓടിച്ചെന്ന് ഹാൻസലിനെ മോചിതനാക്കി. ഹാൻസൽ, ഹാൻസൽ, ആ ദുർമന്ത്രവാദിനി മരിച്ചു. ഇനി ഒന്നും പേടിക്കാനില്ല. വരൂ ഗ്രറ്റിൽ, നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. ഈ കാട്ടിൽ നിന്നും പുറത്തേക്കുള്ള വഴി കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് വീട്ടിലേക്ക് പോവാൻ പറ്റൂ. അവർ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയ മുറിയിൽ നിന്നും വിലപ്പെട്ട രത്നങ്ങൾ പുറത്തേക്ക് വരുന്നതായി അവർ കണ്ടു. വരൂ ഗ്രറ്റിൽ, നിനക്ക് എടുക്കാവുന്നത്ര മുത്തുകളും രത്നങ്ങളും നീ എടുത്തോളൂ. അതുപോലെ ഞാനും എന്റെ കീശ നിറയ്ക്കാം. ഇതൊക്കെ ദുർമന്ത്രവാദിനി മോഷ്ടിച്ചതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ അവര് മരിച്ചു പോയില്ലേ? ഇനി ഇതിന് ആരും അവകാശികൾ ഉണ്ടാവില്ല. അവർക്ക് എടുക്കാൻ പറ്റുന്നത്രയും വിലപ്പെട്ട രത്നങ്ങൾ അവർ ശേഖരിച്ചെടുത്തു. അതിനുശേഷം അവർ കാട്ടിനുള്ളിൽ നിന്നും വെളിയിലേക്ക് പോകാനായി പുറപ്പെട്ടു.
കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ അവർ ഒരു ചെറിയ അരുവിക്കടുത്തെത്തി. അവിടെ ഒരു സുന്ദരമായ താറാവിനെ കണ്ടു. അരുവി കടത്തിത്തരാമോ എന്ന് ചോദിച്ചു. ആ നല്ലവനായ താറാവ് അവരെ അരുവി കടക്കാൻ സഹായിച്ചു. അവർ താറാവിന് നന്ദി പറഞ്ഞുകൊണ്ട് അരുവിയിൽ നിന്നും ഇറങ്ങി കാട്ടിന് വെളിയിലേക്ക് പോയി. കുറച്ചു നേരത്തെ യാത്ര കഴിഞ്ഞപ്പോൾ ഹാൻസൽ ദൂരെ ഒരു വീട് കണ്ടു. അതാ കണ്ടില്ല ഗ്രറ്റൽ, സൂര്യപ്രകാശത്തിൽ നമ്മുടെ വീട് എത്ര മനോഹരമായിരിക്കുന്നു. സന്തോഷാധിക്യത്താൽ കുട്ടികൾ രണ്ടുപേരും അവരുടെ അച്ഛന്റെ അടുത്തേക്ക് വളരെ വേഗത്തിൽ ഓടിപ്പോയി. കരഞ്ഞ മുഖത്തോടെയും നീട്ടിപ്പിടിച്ച കരങ്ങളോടെയും അവിടെ അവരുടെ അച്ഛൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഞാൻ എത്ര ഭാഗ്യവാനാണ്. എന്റെ ഈ മക്കളെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നിങ്ങൾക്കറിയാമോ മക്കളെ, കാട്ടിൽ നിങ്ങളെ തനിച്ചാക്കി വിട്ടുപോയതിനു ശേഷം ഞാൻ എത്രമാത്രം വിഷമിച്ചുവെന്ന് എനിക്കറിയാം. ഞാൻ എന്തുമാത്രം ദുർബലനാണെന്ന്. നിങ്ങളുടെ ചെറിയമ്മയുടെ വാക്കുകൾ ഞാൻ കേൾക്കരുതായിരുന്നു. ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ല മക്കളെ. നിങ്ങളെ അന്വേഷിച്ച് ഞാൻ ഈ വനത്തിൽ എത്രമാത്രം മറിഞ്ഞു തിരിഞ്ഞെന്നറിയോ? അച്ഛനിങ്ങനെ വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാലും ഞങ്ങൾക്ക് അച്ഛനെ വലിയ ഇഷ്ടാ. അച്ഛന് ഞങ്ങളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഹാൻസലും ഗ്രറ്റലും അവരുടെ പോക്കറ്റുകളിൽ നിന്നും മുത്തുകളും രത്നങ്ങളും എടുത്തപ്പോൾ അവ താഴെ വീണു. അത് അവിടമാകെ നിറഞ്ഞ് രത്നങ്ങളുടെയും മുത്തുകളുടെയും ഒരു വലിയ കൂമ്പാരമായി മാറി. എന്റെ ദൈവമേ, ഇതെല്ലാം നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? തെറ്റായ മാർഗത്തിലൂടെയല്ലല്ലോ നിങ്ങൾ നേടിയത്. ഒരിക്കലുമല്ല അച്ഛാ. അച്ഛന് പേരുദോഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. അതൊരു വലിയ കഥയാണ് അച്ഛാ. ഞങ്ങളത് പിന്നീട് പറഞ്ഞു തരാം. അതോടുകൂടി അവരുടെ ദാരിദ്ര്യമെല്ലാം അവസാനിച്ചു. അവർക്ക് കഴിയാനുള്ളതും അവിടുത്തെ ഗ്രാമവാസികളെ സഹായിക്കാനുമുള്ള സമ്പത്ത് അവർക്കുണ്ടായി. ഹാൻസലും ഗ്രറ്റലും വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ തന്നെ അവിടെ ഐശ്വര്യം നിറഞ്ഞു നിന്നു. ആ ഗ്രാമത്തിലും ഐശ്വര്യവും സമാധാനവും ഉണ്ടായി. പിന്നീടവർ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിച്ചു. പിനോക്കിയോ. ഒരിക്കലൊരിടത്ത് ജോപ്പറ്റോ എന്നു പേരുള്ള ഒരു പാവ നിർമ്മാതാവുണ്ടായിരുന്നു. തന്റെ സുഹൃത്തായ ഒരു മരപ്പണിക്കാരൻ കൊടുത്ത ഒരു മരക്കഷ്ണം ഉപയോഗിച്ച് തന്റെ പണിപ്പുരയിൽ ഒരു പാവ നിർമ്മിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ എന്റെ പാവക്കുട്ടിയെ പിനോക്കിയോ എന്ന് വിളിക്കും. ജോപ്പറ്റോ തന്റെ കൊത്തുപണിയിൽ മുഴുകിയിരുന്നപ്പോൾ സുന്ദരമായൊരു ശബ്ദം കേട്ടു. ഒന്ന് ശ്രദ്ധിച്ചു ചെയ്തൂടെ? ഈ പാവയ്ക്ക് ജീവനുണ്ടല്ലോ. ജോപ്പറ്റോ ആകാംക്ഷാഭരിതനായി മുടിക്കും തലയ്ക്കും കണ്ണുകൾക്കും രൂപം കൊടുത്തു. അപ്പോഴാ പാവ അയാളെ തുറച്ചു നോക്കി. പിന്നീട് അയാൾ മൂക്കിന് രൂപം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ വിചിത്രമായൊന്ന് സംഭവിച്ചു. മൂക്ക് പതുക്കെ പതുക്കെ നീണ്ടുവരാൻ തുടങ്ങി. ജോപ്പറ്റോ അത് മുറിച്ചു കളയും തോറും അത് പിന്നെയും വളർന്നു വളർന്നു വന്നു. വികൃതി ചെക്കൻ, ഉളികൊണ്ട് ഞാൻ നിനക്ക് വായ ഉണ്ടാക്കുമ്പോൾ നീ എന്നെ നാക്ക് നീട്ടി കാണിക്കുന്നു. നിന്റെ കൈകൾ തീർത്തു തരുമ്പോൾ നീ എന്റെ മുടി പിടിച്ചു പറിക്കുന്നു. നിനക്ക് കാലുകൾ നിർമ്മിക്കുമ്പോൾ ധിക്കാരത്തോടെ ചവിട്ടുന്നു. പിനോക്കിയോ മുറിയിലാകമാനം ഓടിക്കളിക്കാൻ തുടങ്ങി. ഹേയ്, എടാ വികൃതി ചെറുക്ക, അവിടെ നിൽക്കൂ. നിന്റെ ചെവിക്ക് പിടിച്ച് നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. നിങ്ങളെനിക്ക് ചെവിയുണ്ടാക്കിയിട്ടില്ല. പിന്നീട് അവൻ ജോപ്പറ്റയോട് ക്ഷമ ചോദിച്ചു. ജോപ്പറ്റോ അവനോട് ക്ഷമിക്കുകയും ചെയ്തു. അവനുവേണ്ടി കടലാസ് പൂക്കൾ കൊണ്ട് ഒരു പുതിയ വസ്ത്രം ഉണ്ടാക്കിക്കൊടുത്തു. കൂടാതെ മൃദുലമായ റൊട്ടി കൊണ്ട് ഒരു തൊപ്പിയും ഉണ്ടാക്കിക്കൊടുത്തു. ഓ, ഇതെല്ലാം വളരെ നന്നായിരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ എന്റെ അച്ഛൻ എന്ന് വിളിക്കും. കാലം കുറെ കടന്നുപോയി. ഒരു ദിവസം പിനോക്കിയോ തന്റെ അച്ഛന്റെ അടുത്തെത്തി. അച്ഛാ, എനിക്ക് സ്കൂളിൽ പോയി പഠിച്ച് മിടുക്കനായി വലിയൊരാളാവണം. എനിക്കും ആഗ്രഹമുണ്ട് മോനെ. പക്ഷേ അതിന് പുസ്തകം വാങ്ങാൻ പോലും എന്റെ കയ്യിൽ പണമില്ല. ജോപ്പറ്റോ തന്റെ കമ്പിളിക്കോട്ടും ധരിച്ചുകൊണ്ട് വീട്ടിനു പുറത്തേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് കയ്യിലൊരു പുസ്തകവുമായി തിരിച്ചു വന്നു. അച്ഛാ, ഇതിനുവേണ്ടി അച്ഛൻ സ്വന്തം കോട്ട് വിറ്റോ? എന്നെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട മോനെ. നീ സ്കൂളിൽ പോകാൻ തയ്യാറായിക്കോ? എന്റെ അച്ഛാ, ഞാൻ സ്കൂളിൽ പോയി അച്ഛന്റെ പേരിന് പ്രശസ്തിയുണ്ടാക്കും. പിന്നീട് പിനോക്കിയോ സ്കൂളിലേക്ക് പോയി. പോകുന്ന വഴിയിൽ അവൻ ഒരാൾക്കൂട്ടം കണ്ടു. ചേട്ടാ, ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ വലിയൊരു പാവകളിയാണ് നടക്കുന്നത്.
എനിക്കും അത് കാണണം. പക്ഷെ എന്റെ കയ്യിൽ പൈസയില്ല. വേണമെങ്കിൽ ഞാൻ ഈ പുസ്തകം വിൽക്കാം. പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്ന ഒരാൾ ആ പുസ്തകം വാങ്ങി. പിനോക്കിയോ അകത്തേക്ക് നടന്നു. അവിടെ അവൻ പലതരത്തിലുള്ള പാവകളെ കണ്ടു. അപ്പോൾ പാവകളുടെ യജമാനനായ ജിവോണി അങ്ങോട്ടേക്ക് വന്നു. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിലുണ്ടല്ലോ. ആ പ്രദർശനം കഴിഞ്ഞ് അത്താഴം തയ്യാറാക്കുവാനായി ജിവോണി പോയപ്പോൾ മറ്റു പാവകൾക്കൊപ്പം പിനോക്കിയെയും കൊണ്ടുപോയി. കുറച്ചുകൂടി വിറകുകൾ വേണം. ഇറച്ചി പാചകം ചെയ്യുന്നതിനായി പിനോക്കിയോയെ വിളിക്കാം. ഇവിടെ വാടാ ചെറുക്ക, ഇറച്ചി പാചകം ചെയ്യാൻ കുറച്ചുകൂടി വിറകുകൾ വേണം. ഓ, അങ്ങനൊന്നും ചെയ്യരുത്. അച്ഛാ, വേഗം വന്നെന്നെ രക്ഷിക്കേ. നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ? ആ, ഉവ്വ്. എന്റെ അച്ഛൻ എന്നെ ഒരുപാട് ഇഷ്ടാ. ശരി, എങ്കിൽ ഞാൻ വേറെ പാവയെ ഉപയോഗിച്ചോളാം. ലൂയിജി, ഹാർലിക്യുവിനെ കൊണ്ടുവരൂ. അയ്യോ, ഹാർലിക്കിൻ ഒരു ചെറിയ കുഞ്ഞല്ലേ. നിങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ എന്നെ കത്തിച്ചോളൂ. നീയൊരു നല്ല കുട്ടിയാണ്. ഞാൻ നിന്നെ വെറുതെ വിടുന്നു. വരൂ, നിന്റെ കഥ എന്നോട് പറയൂ. പിനോക്കിയോ തന്റെ കഥ ജിവോണിക്ക് പറഞ്ഞുകൊടുത്തു. നിന്റെ അച്ഛൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. നീ ഈ 5 സ്വർണ്ണനാണയങ്ങൾ കൊണ്ടുപോയി നിന്റെ അച്ഛന് പുതിയൊരു കോട്ട് വാങ്ങിക്കൊടുക്കൂ. ഓ, വളരെയേറെ നന്ദിയുണ്ട്. തിരിച്ച് കാട്ടിലൂടെ വരുന്ന വഴിയിൽ പിനോക്കിയോ പകുതി അന്ധയായ ഒരു പൂച്ചയെയും ഞൊണ്ടിയായ ഒരു കുറുക്കനെയും കണ്ടു. പിനോക്കിയോ സന്തോഷത്തോടെ സ്വർണ്ണനാണയങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞു. ആ സൂത്രശാലികൾ അത് തട്ടിയെടുക്കാനായി ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. അല്ല പൂച്ചമ്മേ, നമുക്കിവനോട് സ്വർണ്ണനാണയങ്ങളുടെ മരം വളരുന്നത് എങ്ങനെയാണെന്നുള്ള രഹസ്യം പറഞ്ഞു കൊടുത്താലോ? നീ പറഞ്ഞ പിന്നെ ചെയ്യാം. ഞങ്ങൾ ഈ രഹസ്യം നിന്നോട് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് 3 പേർക്കും ഒരു സത്രത്തിൽ പോയി നമ്മുടെ സൗഹൃദമൊന്ന് ആഘോഷിക്കാം. പിറ്റേന്ന് കാലത്ത് പൂച്ചയും കുറുക്കനും നേരത്തെ തന്നെ അവിടുന്ന് യാത്രയായി. അതുകൊണ്ട് താമസത്തിനും ഭക്ഷണത്തിനുമായി പിനോക്കിയോയുടെ സ്വർണ്ണനാണയങ്ങൾ കൊടുക്കേണ്ടി വന്നു. പിന്നീടവൻ തിരിച്ച് കാട്ടിലൂടെ പോയപ്പോൾ ഭയങ്കരമായൊരു ശബ്ദം കേട്ടു. നിൽക്കൂ, ഞങ്ങൾക്ക് പണം തന്നില്ലെങ്കിൽ കൊന്നുകളയും. ആ കൊള്ളക്കാർ പൂച്ചയും കുറുക്കനുമായിരുന്നു. പെട്ടെന്ന് പിനോക്കിയോ തന്റെ സ്വർണ്ണനാണയങ്ങൾ നാവിനടിയിൽ ഒളിപ്പിച്ചു. കൊള്ളക്കാർക്കത് കണ്ടുപിടിക്കാനായില്ല. അവരവന്റെ കഴുത്തിലൊരു കുരുക്കിട്ട് അവനെ ഒരു ഓക്കുമരത്തിൽ കെട്ടിത്തൂക്കി. സ്വർണ്ണ നാണയം തരുന്നവരെ ഇവിടെ തൂങ്ങിക്കിടന്നോ? ഞങ്ങള് പോയിട്ട് വേഗം വരാം. അച്ഛാ, എന്നെ വേഗം രക്ഷിക്കൂ. തൊട്ടടുത്ത കോട്ടയിലുണ്ടായിരുന്ന ഒരു ദേവതയ്ക്ക് അവനോട് സഹതാപം തോന്നി. അവൾ തന്റെ നായയെയും പരുന്തിനെയും വിളിച്ചു. പരുന്തേ, നീ പറന്നു വന്ന് ഈ ഓക്കുമരത്തിലെ കെട്ടഴിക്കൂ. എന്നിട്ട് നായ പോയി ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. പിനോക്കിയോ ഉണർന്നപ്പോൾ അവൻ കോട്ടയിലെ ഒരു പതുപതുത്ത മെത്തയിൽ കിടക്കുകയായിരുന്നു. ചില കൈപ്പേറിയ മരുന്നുകൾ കഴിച്ചപ്പോൾ പിനോക്കിയോ വേഗത്തിൽ സുഖം പ്രാപിച്ചു. എന്താ സംഭവിച്ചതെന്ന് എന്നോട് പറയൂ. പിനോക്കിയോ തന്റെ കഥ ദേവതയോട് പറഞ്ഞപ്പോൾ സ്വർണ്ണനാണയങ്ങൾ നഷ്ടപ്പെട്ടതായി അവൻ നുണ പറഞ്ഞു. എന്നാൽ അവ അവന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. പിനോക്കിയോ നുണ പറയാൻ തുടങ്ങിയപ്പോൾ അവന്റെ മൂക്ക് വളരെ വേഗത്തിൽ വളരാൻ തുടങ്ങി. എന്റെ കുട്ടി, നീ നുണ പറയുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്റെ മൂക്ക് നീണ്ട് 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 ഇങ്ങനെ വരുന്നത്. എന്നോട് ക്ഷമിക്കണം. ശരി, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഇനി ഒരിക്കലും നീ നുണ പറയാനേ പാടില്ല. നീ ഈ സ്വർണ്ണനാണയം നിന്റെ അച്ഛന് കൊണ്ടുപോയി കൊടുക്ക്. ഇനി ഒരിക്കലും ചതിയിൽപ്പെടാതെ ശ്രദ്ധിക്കണം. പിനോക്കിയോ ദേവതയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി. എന്നാൽ വഴിയിൽ വീണ്ടും കുറുക്കനെയും പൂച്ചയെയും കണ്ടു. അവർ അവനെക്കൊണ്ട് നാണയങ്ങൾ വിതപ്പിച്ചു. അടുത്ത ദിവസം കുറുക്കനും പൂച്ചയും സ്വർണ്ണനാണയങ്ങളും എടുത്ത് കടന്നുകളഞ്ഞു. അവൻ യാതൊന്നും കയ്യിലില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അച്ഛാ, ഞാൻ എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കണം. ജോപ്പെറ്റോ തന്റെ മകന് മാപ്പ് നൽകി. പിന്നീട് പിനോക്കിയോ സ്കൂളിലേക്ക് യാത്രയായി. പക്ഷെ അന്നും അവൻ വഴിയിൽ വെച്ച് ക്ലാസ്സിലെ വികൃതിയും ഒന്നിനും കൊള്ളാത്തവനുമായ കാർലോയെ കണ്ടുമുട്ടി. ഹേയ് പിനോക്കിയോ, നീ എവിടേക്കാ പോകുന്നത്? ഞാൻ സ്കൂളിലേക്ക് പോവാ. എന്തിനാ വെറുതെ സമയം പാഴാക്കുന്നേ? എന്റെ കൂടെ ടോയ്ലാൻഡിലേക്ക് വാ. അവിടെ ആരും പഠിക്കുന്നില്ല. വൈകുന്നേരത്തോടുകൂടി ഒരു വണ്ടി വരും. 12 ജോഡി കഴുതകൾ വലിക്കുന്നൊരു വണ്ടി വന്നു. പിനോക്കിയോയും കാർലോയും അതിൽ കയറി യാത്രയായി. ഹേയ്, ഇതാ നമ്മൾ ടോയ്ലാൻഡിൽ എത്തിക്കഴിഞ്ഞു. പെട്ടെന്നൊരു അത്ഭുതം നടന്നു. പിനോക്കിയോ ഞെട്ടിപ്പോയി.
കാർലോയുടെയും അവന്റെയും ചെവികൾ രണ്ടും വളരാൻ തുടങ്ങി. അവരുടെ മുഖവും മാറി. രണ്ടുപേരും കഴുതകളായി തീർന്നു. അവർക്ക് കരയാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ചന്തയിൽ കാർലോയെ ഒരു കർഷകൻ വാങ്ങി. പിനോക്കിയോയെ ഒരു സർക്കസ് ഉടമയും വാങ്ങി. അയാൾ അവനെ സർക്കസ് അഭ്യസിപ്പിച്ചു. ഒരു ദിവസം വളയത്തിലൂടെ ചാടിയപ്പോൾ അവൻ കാലിടറി താഴെ വീണു. കഷ്ടം. മുടന്തനായൊരു കഴുതയെ ആർക്കും വേണ്ട. എന്നാൽ കുള്ളനായ ഒരാൾ അവനെ വിലയ്ക്ക് വാങ്ങി. അവന്റെ തോലുരിച്ച് അതുകൊണ്ടൊരു ചെണ്ടയുണ്ടാക്കാനായിരുന്നു അയാൾ ഉദ്ദേശിച്ചിരുന്നത്. ഇത് കേട്ടപ്പോൾ പിനോക്കിയോയ്ക്ക് വലിയ സങ്കടമായി. അവന്റെ പുതിയ യജമാനൻ അവനെ ഒരു കടലിനടുത്തേക്ക് കൊണ്ടുപോയിട്ട് കഴുത്തിലൊരു കല്ല് കെട്ടി വെള്ളത്തിൽ താഴ്ത്തി. മുങ്ങിച്ചത്തതിനു ശേഷം തോലുരിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു അത്. പിനോക്കിയോ ഒരിക്കൽ കൂടി ദേവതയെ വിളിച്ച് കരഞ്ഞു. പ്രിയ ദേവതേ, ഈ അവസാന സമയത്ത് എന്നോട് ക്ഷമിച്ചാലും ഞാൻ സത്യം ചെയ്യുന്നു, ഇനി ഒരിക്കലും ഇങ്ങനത്തെ അബദ്ധങ്ങൾ കാണിക്കില്ല. പിനാക്കിയോ സഹായം ചോദിച്ച് നിലവിളിക്കുന്നത് എനിക്ക് കേൾക്കാം. അവൻ ഒരു വിഡ്ഢിച്ചേർക്കൻ തന്നെയാ. മെർമി മത്സ്യമേ, ഞാൻ പറയുന്നത് കേൾക്കൂ. നീ എത്രയും പെട്ടെന്ന് ചെന്ന് കഴുത്തിൽ കല്ല് കെട്ടി താഴ്ന്ന ആ കഴുതയെ രക്ഷിക്കാൻ നോക്കൂ. നന്ദി മെർമി മത്സ്യമേ. മത്സ്യം കുറേശ്ശെ അവന്റെ കഴുതത്തുലി മാറ്റിയെടുത്തു. അവൻ വീണ്ടും ജീവനുള്ളൊരു പാവയായി മാറി. എങ്കിലും അവന്റെ സാഹസ പ്രവൃത്തികൾക്ക് ഒരു കുറവും ഉണ്ടായില്ല. അവന്റെ പിന്നിൽ ഒരു വമ്പൻ തിമിംഗിലം പ്രത്യക്ഷപ്പെട്ടു. പിനോക്കിയോ വേഗത്തിൽ നീന്താൻ ശ്രമിച്ചെങ്കിലും ഒരു വലിയ തിരമാലയിലകപ്പെട്ട് അവൻ തിമിംഗിലത്തിന്റെ വായിലായി. ഇവിടെ മുഴുവൻ ഇരുട്ടാണല്ലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ദയവായി രക്ഷിക്കൂ. പെട്ടെന്ന് പിനോക്കിയോ ഒരു നേരിയ പ്രകാശം കണ്ടു. അവൻ അങ്ങോട്ടേക്ക് നടന്നു. അച്ഛാ, അച്ഛൻ എങ്ങനെ ഇവിടെ എത്തി? എന്റെ മോനെ, നിന്നെ വീണ്ടും കാണാൻ പറ്റുമെന്ന് കരുതിയില്ല. ഭൂമിയിൽ നിന്നെ കാണാഞ്ഞതുകൊണ്ട് ഞാൻ കടലിൽ തിരഞ്ഞു നോക്കി. പക്ഷെ എന്റെ തോണി മറിഞ്ഞ് എന്നെ ഒരു തിമിംഗലം വിഴുങ്ങി. ഓ അച്ഛാ, നമ്മൾ രക്ഷപ്പെട്ടതിൽ ദൈവത്തോട് നന്ദി പറയാം. ഇനി എത്രയും പെട്ടെന്ന് പുറത്തു കിടക്കാനുള്ള വഴി നോക്കണം. പിനോക്കിയോയും അവന്റെ അച്ഛനും തിമിംഗലത്തിന്റെ വയറിനുള്ളിലൂടെ മുകളിലേക്ക് വന്നു. അതിന്റെ താടിയെല്ല് കണ്ട് ഭയപ്പെട്ടു. ആഴം കുറഞ്ഞ ഭാഗത്ത് തിമിംഗലം വായ തുറന്നു പിടിച്ച് ഉറങ്ങുകയായിരുന്നതിനാൽ അവർ പെട്ടെന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. എന്നിട്ട് കരയിലേക്ക് നീന്തി. അച്ഛാ, അച്ഛന് പനിക്കുന്നുണ്ടല്ലോ. അച്ഛൻ അവിടെ പോയി വിശ്രമിക്കൂ. ഞാൻ പോയി കുറച്ച് പാല് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ അടുത്തൊരു കൃഷിക്കാരനുണ്ടായിരുന്നു. അതെ, എന്റെ അച്ഛന് തീരെ സുഖമില്ല. കുറച്ച് പാല് തരാമോ? പണം തരുകയാണെങ്കിൽ നിനക്ക് പാല് തരാം. എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. എങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെ എന്റെ ചക്കിൽ നീ ജോലി ചെയ്യേ, എന്നാൽ നിനക്ക് പാല് തരാം. നല്ലത്, നാളെ രാവിലെ മുതൽ പണി തുടങ്ങിക്കോളൂ. ഇപ്പോ ഈ പാല് കൊണ്ടുപോയി നിന്റെ അച്ഛന് കൊടുക്ക്. പിന്നീട് അവൻ പാല് കൊടുക്കാനായി തന്റെ അച്ഛന്റെ അടുത്തേക്ക് ഓടി. അവന്റെ അച്ഛൻ സുഖപ്പെടുന്നതുവരെ അവൻ അച്ഛനു വേണ്ടി പ്രയത്നിച്ചു. പിന്നീട് അവർ രണ്ടുപേരും വീട്ടിൽ തിരിച്ചെത്തി. പിനോക്കിയോ നല്ല ഉത്തരവാദിത്തമുള്ളൊരു മകനായി മാറിയിരുന്നു. കുട്ടകളുണ്ടാക്കി വിറ്റ് അവൻ ജീവിച്ചു പോന്നു. ഒരിക്കൽ തന്റെ സുഹൃത്തായ ദേവതയ്ക്ക് അസുഖം പിടിപെട്ടതായി അവൻ അറിഞ്ഞു. അച്ഛാ, എനിക്കെന്റെ കൂട്ടുകാരിയെ സഹായിക്കണം. പിനോക്കിയോ തന്റെ സുഹൃത്തായ ദേവതയ്ക്ക് പണം അയച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട പിനാക്കിയോ, നീ ആള് വികൃതിയാണെങ്കിലും നിനക്ക് വളരെ നല്ലൊരു മനസ്സുണ്ട്. ഒരു ദിവസം രാത്രിയിൽ പിനോക്കിയോയെ ആ ദേവത സ്വപ്നത്തിൽ സന്ദർശിച്ചു. ദേവത അവന് നല്ലൊരു പ്രതിഫലം നൽകി. അടുത്ത ദിവസം അവൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ നീലക്കണ്ണുകളും തവിട്ടുമുടിയുമുള്ള ഒരു സുന്ദരന്റെ പ്രതിഫലനം കണ്ടു. അച്ഛാ, വേഗം വരൂ. ദൈവത്തിന്റെ കൃപയാണിത്. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല. ഉത്തരവാദിത്വമില്ലാതെ നിസ്സാരനായി നടന്ന കുട്ടി ഇന്ന് ചുമതലാബോധമുള്ളവനായിരിക്കുന്നു. അതിനുള്ള പ്രതിഫലമാണിത്. അങ്ങനെ പിനോക്കിയോ എന്ന ആ സുന്ദരനായ കുട്ടി വർഷങ്ങളോളം തന്റെ അച്ഛനുമൊത്ത് സുഖമായി ജീവിച്ചു.